ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നുച്ചയ്ക്ക് പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാനാണ് തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ലോകത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി രാജ്യത്തെ മാറ്റാൻ പുതിയ വാഹന നയം സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ BRS നേതാവ് കെ കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിന്റെ സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. വാർത്തകൾ വിശദമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയക്രമവും ഇന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കും. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16-നാണ് അവസാനിക്കുന്നത്. 2019 സമാനമായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പല ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആത്മീയതയിൽ അധിഷ്ഠിതമായ നമ്മുടെ സംസ്കാരം ലോക സാഹോദര്യത്തിന്റെ ആത്മാവിനെ അതിന്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹൈദരാബാദിലെ കൻഹ ശാന്തിവനത്തിൽ നടന്ന ചതുർദിന ആഗോള ആത്മീയ മഹോത്സവത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഒരു തത്വചിന്ത ശരിയും മറ്റെല്ലാം തെറ്റുമാണെന്ന് തെളിയിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയാണെന്നും സത്യത്തിലെത്താനുള്ള സർവത്ര സമദർശനം എന്ന ആശയം മാനിക്കപ്പെടുന്നുവെന്നും പറഞ്ഞ രാഷ്ട്രപതി ഈ സമചിത്തതയാണ് നമ്മുടെ ആത്മീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനമെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെലങ്കാന സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് നഗർ കർണൂലിൽ പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം തെലങ്കാനയിലെത്തിയ പ്രധാനമന്ത്രി BJP സ്ഥാനാർത്ഥികളോടൊപ്പം മൽക്കാജ്ഗിരി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. തിങ്കളാഴ്ച ജഹത്യാലിൽ നടക്കുന്ന റാലിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ സീറ്റുകൾ നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പത്തനംതിട്ടയിൽ ഇന്നലെ NDAയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണം കേന്ദ്രീകരിച്ച് നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തുടങ്ങിയവരുൾപ്പെടെ 1 ലക്ഷത്തിലധികം പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാനാണ് തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങളെക്കുറിച്ചുള്ള സുപ്രീംകോടതി ഉത്തരവിനെ താൻ പൂർണ്ണമായി മാനിക്കുന്നുവെന്ന് പറഞ്ഞ ശ്രീ ഷാ അവ പൂർണ്ണമായും റദ്ദാക്കുന്നതിനു പകരം മെച്ചപ്പെടുത്തേണ്ടതായിരുന്നുവെന്നാണ് തന്റെ അഭിപ്രായമെന്നും മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രാഷ്ട്രീയ സംഭാവന പണമായി വാങ്ങാറുണ്ടായിരുന്നെന്നും അതിൽ നിന്ന് ഒരു തുക പാർട്ടിയുടെ പേരിലും ബാക്കിയുള്ളത് അവരുടെ പോക്കറ്റിലും നിക്ഷേപിക്കാറുണ്ടായിരുന്നുവെന്നും ശ്രീ ഷാ ആരോപിച്ചു. ആകെയുള്ള 20,000 കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകളിൽ BJPക്ക് ലഭിച്ചത് 6,000 കോടി രൂപയാണെന്നും 14,000 കോടി രൂപയുടെ ബോണ്ടുകൾ എവിടെ പോയെന്നും അദ്ദേഹം ചോദ്യമുന്നയിച്ചു. 2019 പൌരത്വ ഭേദഗതി നിയമത്തിന് കീഴിൽ അപേക്ഷിക്കുന്നതിനുള്ള CAA 2019 മൊബൈൽ ആപ്പ് പ്രവർത്തനക്ഷമമായി. അപേക്ഷകർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൌൺലോഡ് ചെയ്യാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും ആപ്പ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ലോകത്തിലെ വാഹനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി രാജ്യത്തെ മാറ്റാൻ വാഹന നയം സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വാഹന നയം പുറത്തിറക്കിയത്. ഒരു റിപ്പോർട്ട്. ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ വാഹന നയം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ് നയം. ഈ മേഖലയിൽ ആരോഗ്യകരമായ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഉൽപാദനത്തിന്റെ അളവും സമ്പദ് വ്യവസ്ഥയും വർദ്ധിപ്പിക്കാൻ നയം ലക്ഷ്യമിടുന്നു. ക്രൂഡ് ഓയിൽ ഇറക്കുമതി, വ്യാപാര കമ്മി, അന്തരീക്ഷ മലിനീകരണം എന്നിവ കുറയ്ക്കുക അനുബന്ധ ലക്ഷ്യങ്ങളാണ്. പുതിയ നയമനുസരിച്ച് ഈ മേഖലയിൽ കമ്പനികൾ കുറഞ്ഞത് 4,150 കോടി രൂപയുടെ നിക്ഷേപം നടത്തേണ്ടിവരും. എന്നാൽ പരമാവധി നിക്ഷേപത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. ഈ വാഹനങ്ങളുടെ നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം ആരംഭിക്കുന്നതിനും കമ്പനികൾക്ക് 3 വർഷത്തെ സമയം ലഭ്യമാകും. പദ്ധതിക്ക് കീഴിൽ പ്രതിവർഷം 8,000 വാഹനങ്ങളിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹരിത ഇന്ധനമായ എഥനോൾ 100 കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വിപണിയിൽ അവതരിപ്പിച്ചു. ഹരിത ഇന്ധനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി. പെട്രോളിൽ 92 മുതൽ 94% വരെ എഥനോൾ സംയോജിപ്പിച്ചാണ് ഇന്ധനം ഉണ്ടാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. BRS നേതാവ് കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളും മുൻ എംപിയുമായ കെ കവിതയെ ഹൈദരാബാദിലെ വീട്ടിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലെത്തിച്ചു. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലാണ് അറസ്റ്റ്. അറസ്റ്റിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് കവിതയുടെ അഭിഭാഷകൻ പറഞ്ഞു. അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞ BRS ED നടപടിക്കെതിരെ എല്ലാ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും ആഹ്വാനം ചെയ്തു. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തിയതിന് മുൻ മന്ത്രി കെ താരക രാമറാവുവിന് എതിരെ EDയും പരാതി നൽകി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. ഡൽഹി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് ഹാജരാകേണ്ടത്. സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഡൽഹി സെഷൻസ് കോടതി തള്ളി. ഏകദിന സന്ദർശനത്തിനായി ഝാർഖണ്ഡിലെത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റാഞ്ചിയിൽ BJP നേതാക്കളുടെയും വിവിധ മണ്ഡലങ്ങളിലെ മുതിർന്ന പാർട്ടി പ്രവർത്തകരുടെയും കോർ കമ്മിറ്റി ക്ലസ്റ്റർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ ചർച്ച നടത്തിയ പ്രതിരോധ മന്ത്രി സംസ്ഥാനത്തിന്റെ വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കാൻ പാർട്ടി അംഗങ്ങളോട് ആവശ്യപ്പെട്ടു. പരിഷ്കരണം, പ്രവർത്തനം, മാറ്റം, വിവരവിനിമയം എന്നിവ ഇന്ത്യയെ ഒരു വികസിത ഭാരതമാക്കി മാറ്റുമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. മുംബൈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന വികസിത് ഭാരത് അംബാസിഡർ മീറ്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ മേഖലകളിൽ സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ കേന്ദ്രമന്ത്രി വിവിധ ബാങ്ക് പദ്ധതികളുടെ പ്രയോജനം കൊണ്ട് നിരവധി സ്ത്രീ സംരംഭകർ സൃഷ്ടിക്കപ്പെട്ടതുൾപ്പെടെ എല്ലാ മേഖലകളിലും രാജ്യം വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി അറിയിച്ചു. രാജ്യത്ത് നടപ്പ് സാമ്പത്തിക വർഷം 1 ലക്ഷത്തിലധികം പേറ്റന്റുകൾ അനുവദിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. മൊത്തം അപേക്ഷകരിൽ 52% ഇന്ത്യക്കാരാണ്. 2014 മുൻപ് ഇന്ത്യയിൽ പ്രതിവർഷം ശരാശരി 6500 പേറ്റന്റുകളാണ് ലഭ്യമാക്കിയിരുന്നത്. മുംബൈയിൽ ഭാരതരത്നം മെഗാ കോമൺ ഫെസിലിറ്റി സെന്ററിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ പീയൂഷ് ഗോയൽ. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്ന് 12 അംഗങ്ങളും JDUവിൽ നിന്ന് 9 അംഗങ്ങളും മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതോടെ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ആകെ മന്ത്രിമാരുടെ എണ്ണം 29 അമേരിക്കയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ശക്തമായ ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ 10 ദിവസം നടക്കുന്ന ഉത്സവത്തിന് ഇന്ന് രാവിലെ കൊടിയേറും. രാവിലെ 8:20-നും 9-നും മധ്യയാണ് കൊടിയേറ്റ്. നാളെ മുതൽ 24 വരെ ഉച്ചയ്ക്ക് 11:30 മുതൽ 12:30 വരെ ഉത്സവ ബലി ദർശനവും രാത്രി 7:30-ന് ശ്രീഭൂത ബലിയും നടക്കും. 20 മുതൽ 24 വരെ രാത്രി വിളക്കിനെഴുന്നള്ളിപ്പ് ഉണ്ടാകും. 24-ന് രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ട നടക്കും. ഉത്സവത്തിന് സമാപനം കുറിച്ച് അയ്യപ്പന്റെ ജന്മദിനമായ പൈങ്കുനി ഉത്രം നാളായ 25-ന് ഉച്ചയ്ക്ക് 11:30-ന് പമ്പയിൽ ആറാട്ട് നടക്കും. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ രാഷ്ട്രപതി ഇടപെടണമെന്ന ആവശ്യം. ആക്രമണത്തിന് ഇരയായവർ ഇന്നലെ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ നേരിൽ കണ്ട് ആവശ്യം അറിയിച്ചു. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ സെമി ഫൈനലിൽ കടന്നു. മലേഷ്യൻ താരത്തെ മറികടന്നാണ് ലക്ഷ്യ സെന്നിന്റെ മുന്നേറ്റം. ഇന്ന് ബിർമിംഗ്ഹാമിൽ നടക്കുന്ന സെമി ഫൈനലിൽ ഇന്തോനേഷ്യൻ താരത്തെയാണ് ലക്ഷ്യ സെൻ നേരിടുക. കഴിഞ്ഞ വർഷവും ലക്ഷ്യ സെൻ ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിൽ കടന്നു. ആവേശകരമായ എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസിനെ 5 റൺസിന് പരാജയപ്പെടുത്തിയാണ് ബാംഗ്ലൂരിന്റെ മുന്നേറ്റം. 136 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പ്രധാന വാർത്തകൾ വീണ്ടും.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാനാണ് തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ലോകത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി രാജ്യത്തെ മാറ്റാൻ പുതിയ വാഹന നയം സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ BRS നേതാവ് കെ കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിന്റെ സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.